ഹായ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പം ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് രണ്ടാമത്തെ ഗ്രാഫ്റ്റ് വെച്ച് ആദ്യം എത്ര ഗ്രാഫ്റ്റ് വെച്ച് എന്തുകൊണ്ട് ഞാൻ രണ്ടാമത് ഈ ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് ആദ്യം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ വെച്ചത് എനിക്ക് ഒരു 4500 ഗ്രാഫ്റ്റാണ് വെച്ചത്. അതിനെനിക്കൊരു 42,000 രൂപ അടുപ്പിച്ച് ചിലവായിട്ടുണ്ട്. രണ്ടാമത് എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് ഇപ്പോൾ ഒരു 1500 ഗ്രാഫ്റ്റാണ്. അതിനെനിക്കൊരു 15,000 രൂപ ചിലവായിട്ടുണ്ട്. അപ്പം ഇത് 15,000 മാത്രമേ എനിക്ക് ചിലവായിട്ടുള്ളത്. ഈ രണ്ടാം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ എനിക്കൊരു 3 GFC അവിടെ നിന്ന് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെഡിസിൻ ഫ്രീ ആയിരുന്നു. കാരണം അപ്പോൾ അവരൊരു ന്യൂ ഇയർ ഓഫർ എന്ന രീതിയിൽ ഒരു 1 മന്ത് ഈ 2025 സ്റ്റാർട്ട് ചെയ്ത ഒരു 1 മന്ത് വരെ അവിടെ ആരൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ബുക്ക് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ഒരു ഓഫർ എന്ന രീതിയിലാണ് അവർ കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു 15,000 രൂപയ്ക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റിയതും. ഒരു PRP GFC അവിടെ നിന്ന് ഫ്രീ ആയിട്ട് 3 GFC എന്ന് പറയുമ്പോൾ തന്നെ ഒരു 6,000 രൂപ. ഒരു GFCക്ക് അവർ 2,500 വെച്ചാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. 2,500 വെച്ചാകുമ്പോൾ 7,500 രൂപ അടുപ്പിച്ച് എനിക്ക് അവിടെ നിന്ന് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 3,000 രൂപയുടെ മെഡിസിൻ നമ്മൾ സാധാരണ ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ 3,000 രൂപയുടെ മെഡിസിൻ എനിക്ക് ലാഭിക്കാൻ പറ്റും. 3,000 രൂപയുടെ മെഡിസിൻ എന്ന് വെച്ചാൽ 3,000 രൂപയുടെ മെഡിസിൻ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ഏകദേശം ഒരു 2,000-2,500 രൂപ അടുപ്പിച്ചുള്ള മെഡിസിൻ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ക്ലിനിക്ക് സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിനിക്കിലെ റിസൾട്ട് തന്നെയാണ് ഞാൻ രണ്ടാമത് ഈ ക്ലിനിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം. പിന്നെ എനിക്ക് ആദ്യം ചെയ്ത ക്ലിനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെയാണ് തന്നത്. പിന്നെ എനിക്ക് ചെന്നൈ വരെ പോയി ചെയ്യാനുള്ളൊരു പാടുകൊണ്ടും പിന്നെ ഇത്രയും ദൂരമുണ്ട്, പിന്നെ ഈ കോയമ്പത്തൂർ അടുത്താണ്, ഇവിടെ അത്രയും നല്ല റിസൾട്ടും തരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ രണ്ടാമത് ഈ HNS എന്ന് പറഞ്ഞ ക്ലിനിക്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യം. പിന്നെ ഞാൻ ഈ ക്ലിനിക്കിലല്ല ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. പക്ഷെ എന്നിട്ട് ഞാൻ ഈ ഡോക്ടറെടുത്ത് വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അവരെനിക്ക് നല്ല രീതിയിൽ റിപ്ലൈ തരാറുണ്ട്. അതും കൂടെ ആ ഒരു കാര്യം കൊണ്ടും കൂടെയാണ് ഞാൻ ഈ ക്ലിനിക്ക് ചെയ്തത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൈസയും കുറവാണ്. പൈസയും നോക്കി നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ ഞാൻ കേരളത്തിൽ കുറേ ക്ലിനിക്കുകളെ വിളിച്ച് ചോദിച്ചു. അപ്പം കുറേ ക്ലിനിക്കുകൾ അത്യാവശ്യം നല്ല ചാർജാണ് പറയുന്നത്. ഏകദേശം എനിക്ക് 1,500-2,000 ഗ്രാഫ്റ്റാണ് അവർ ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ചില ക്ലിനിക്കെല്ലാം ഭയങ്കര റേറ്റാണ്. പിന്നെ ഈ ഒരു 15,000-20,000 രൂപ റേറ്റിൽ തന്നെ ചെയ്യുന്ന ക്ലിനിക്കുകളും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കുറഞ്ഞ റേറ്റിൽ കേരളത്തിൽ ചെയ്യുന്ന മിക്ക ക്ലിനിക്കുകളും എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ ഈ കേരളത്തിലുള്ള ഒരു ക്ലിനിക്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ തിരഞ്ഞെടുക്കാത്തതിന് കാരണം. കേരളത്തിൽ നല്ല ക്ലിനിക്കുകളുണ്ട്, റിസൾട്ട് തരുന്ന ഒരുപാട് ക്ലിനിക്കുകളുണ്ട്. പക്ഷേ ഈ റിസൾട്ട് തരുന്ന ക്ലിനിക്കുകളെല്ലാം റേറ്റ് അധികമാണ്. റേറ്റ് കുറവുള്ള ക്ലിനിക്കുകളൊന്നും എനിക്ക് നല്ല റിസൾട്ട് തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടാമത് ഈ HNS എന്ന് പറയുന്ന ക്ലിനിക്ക് എനിക്ക് സെലക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത്.